ചീക്കോട് ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP സയ്യിദ് അവതരിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതി, പശ്ചാത്തല കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ, ശുചിത്വ, വനിത, യുവജനക്ഷേമ മേഖലകൾക്ക് മുൻതൂക്കം നൽകി 28,55,43,465 രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. ചീക്കോട് ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KP സയ്യിദ് അവതരിപ്പിച്ചു. 28,55,43,465 രൂപ വരവും 27,64,66,535 രൂപ ചിലവും 90,76,930 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കയിൽ മുംതാസിന്റെ അധ്യക്ഷതയിൽ അവതരിപ്പിച്ചത്. ചീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭരണസമിതിയുടെ 4ാമത്തെ ബജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. തികച്ചും ഗ്രാമീണ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പഞ്ചായത്തിനെ സമീപ പഞ്ചായത്തുകളുമായി താരതമ്യം ചെയ്യുന്നത് അനുചിതമാണെങ്കിലും വികസന കാര്യത്തിൽ സമീപകാലത്തായി നമ്മൾ ബഹുദൂരം മുമ്പിലാണ്. ജനക്ഷേമകരും ഫലപ്രദവുമായ മുൻ വർഷങ്ങളുടെ തുടർച്ചയായ ഈ ബജറ്റിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എനിക്ക് സന്തോഷമുണ്ട്. ബജറ്റിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട മുഴുവൻ ഭൂരഹിത ഭവനരഹിതർക്കും സ്ഥലവും ഭൂമിയും നൽകുന്നതിനു വേണ്ടി 3,36,00,000 രൂപയും വിവിധ ഗ്രാമീണ റോഡുകൾ മെച്ചപ്പെടുത്തലിനു വേണ്ടി 3,10,00,000 രൂപയും സാമൂഹ്യക്ഷേമ മേഖലയിൽ 1,30,00,000 രൂപ വകയിരുത്തി സ്വന്തമായി കെട്ടിടമില്ലാത്ത അംഗൻവാടികൾക്ക് കെട്ടിടവും നിർമ്മിക്കും. എല്ലാ അംഗൻവാടികളും പോർട്ടബിൾ ആംപ്ലിഫയർ നൽകൽ എന്നീ പദ്ധതികളും ഏറ്റെടുക്കും. കാർഷിക മേഖലയിൽ തരിശ് രഹിത ചീക്കോട് വന്യമൃഗങ്ങളിൽ നിന്നും വിളകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സൗരവേലി, പഴം, പച്ചക്കറി സംസ്കരണ യൂണിറ്റ് തുടങ്ങിയവ അടക്കം വിവിധ പദ്ധതികൾക്ക് 45 ലക്ഷം രൂപയും മൃഗസംരക്ഷണ മേഖലയിൽ സ്ത്രീകളുടെ വരുമാനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിക്കാണ് മുൻതൂക്കം നൽകുന്നത്. ഇതിനായി 52 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. വയോജനങ്ങൾക്കായി ഹാപ്പിനെസ് പാർക്ക്, വയോജന ടൂർ, വയോജനങ്ങൾക്ക് വീൽ ചെയർ എന്നിവയ്ക്ക് വേണ്ടി 20 ലക്ഷം രൂപയുടെ പദ്ധതിക്കും തുടക്കം കുറിക്കും. ആരോഗ്യ മേഖലയിൽ 62 ലക്ഷം രൂപ വകയിരുത്തി വൺ ഹെൽത്ത് പദ്ധതി, ഭരതക്കാട് സബ് സെന്റർ കെട്ടിട നിർമ്മാണം, കവചം ഓപ്പൺ ജിം എന്നീ പദ്ധതികളും നടപ്പിലാക്കും. പട്ടികജാതി വിഭാഗങ്ങളുടെ ക്ഷേമ പദ്ധതികൾക്കായി 40 ലക്ഷം രൂപയും ഇതിന്റെ ഭാഗമായി കോളനികളിൽ സാമൂഹ്യ പഠനമുറി നിർമ്മിക്കും. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി 55 ലക്ഷം രൂപ വകയിരുത്തും. ഇതിൽ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി സൗഹൃദമാക്കൽ, കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്നീ പദ്ധതികളും നടപ്പിലാക്കും. ശുചിത്വ മേഖലയിൽ MCFന് സ്വന്തമായി സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിക്കൽ, ഹരിത ക്ലബ്ബുകൾക്ക് ഓവർകോട്ട് നൽകൽ, ശ്മശാനത്തിന് സ്ഥലം വാങ്ങൽ എന്നീ പദ്ധതികൾക്കായി 1,05,00,000 രൂപ വകയിരുത്തി. വിദ്യാഭ്യാസ, കലാ, സാംസ്കാരിക, യുവജനക്ഷേമ മേഖലയ്ക്ക് 60 ലക്ഷം രൂപ വകയിരുത്തി. വിവിധ സ്ഥലങ്ങളിൽ ഗ്രൗണ്ടുകൾക്ക് സ്ഥലം വാങ്ങൽ, സ്കൂൾ കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം, നീന്തൽ പരിശീലന കേന്ദ്രം ആരംഭിക്കൽ തുടങ്ങിയ പദ്ധതികളും പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്താനും പഞ്ചായത്ത് വിവിധ തരത്തിലുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ വിവിധ സർക്കാർ സ്കൂളുകൾ സ്മാർട്ടാക്കലും, ശിശു സൗഹൃദ കോർണർ, വിജ്ഞാന നൈപുണ്യ പരിപോഷണ പദ്ധതി, അക്ഷര വെളിച്ചം പദ്ധതിയും ഈ വർഷം നടപ്പാക്കും. ഗവൺമെന്റ് LP UP സ്കൂളുകൾക്ക് ആവശ്യമായ ലാബ്, ഫർണിച്ചറുകൾ, പാചകപാത്രങ്ങളും നൽകും. വനിതകൾക്ക് വേണ്ടി വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം, സെൽഫ് ഡിഫൻസ് ട്രെയിനിങ്, വനിതാ യോഗ സെന്റർ തുടങ്ങിയവ ആരംഭിക്കും. 30 കിലോമീറ്റർ പുതിയ സ്ട്രീറ്റ് മെയിൻ സ്ഥാപിക്കും. പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി പച്ചത്തുരുത്ത് പദ്ധതി നടപ്പിലാക്കും. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കും. വെട്ടുപാറ, മുറിഞ്ഞമാട് കേന്ദ്രീകരിച്ച് ടൂറിസം പദ്ധതിക്ക് വിഹിതം നൽകൽ തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികൾ. പഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കയിൽ മുംതാസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സഫിയ സിദ്ദീഖ്, വിജീഷ് PK, നസീമ P, അംഗങ്ങളായ മുബഷീർ, രജീഷ് K, രാജശ്രീ, അബ്ദുൽ അസീസ്
അസീസ് KK, അബ്ദുറഹിമാൻ പട്ടാക്കൽ, തൊയ്യബ് ഒമാനൂർ, TK സുലൈമാൻ, അബ്ദുൽ കരീം KC, മൈമൂന തടത്തിൽ, വെളുത്തെടുത്ത് കാർത്തിയാനി, ഫാത്തിമ K, സെക്രട്ടറി PK പ്രദീപൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ദിനുരാജ്, ഷീബ K തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.